ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ കറി കൂട്ടിയിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനൊക്കെ മുന്നേ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ കുറച്ച് ഒരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് സാരീസ് കണ്ടാലോ? അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ആദ്യത്തെ ഈ ഒരു സാരി എന്നുള്ളത് നമ്മുടെ പേളിമാണി ഷോയിൽ സായിപ്പല്ല വിട്ടിട്ടുള്ള ഈ ഒരു ബ്ലൂ കളർ സാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, കോൾ അലൗഡ് അല്ല. എല്ലാ സാരികളും ഡയറക്റ്റായിട്ട് മാനുഫാക്ചർ അടുത്ത് നിന്ന് വാങ്ങുന്നത് കൊണ്ട് തന്നെ സാരിക്കെല്ലാം റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് സാരിയിൽ ഇഷ്ടമുള്ള കൂട്ടറാണെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വരും വീഡിയോസിലെല്ലാം ഞാൻ സാരിനെ കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസും പിന്നെ ഫോട്ടോസെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പാർട്ടി വെയർ സെമി സിൽക്ക് കാഞ്ചീപുരം സാരിയെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. അതിൻ്റെ വേറെ കളേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു തരാം, റേറ്റും എല്ലാം അയച്ചു തരാം. ഷിപ്പിംഗ് ചാർജും കൂടി ഇതിലുണ്ട്. 1300 മാത്രമേ താഴെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ സെറ്റ് സാരിയെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. പ്രിൻറ്റഡ് വർക്കുള്ള പ്രിൻറ്റഡ് സാരിയെല്ലാം സെറ്റ് സാരിയെല്ലാം വരുന്നത് 900 താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ അത് അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെല്ലാം താല്പര്യമുള്ളതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കുറേയായി നമ്മൾ മീനെല്ലാം വാങ്ങിയിട്ടും കൂട്ടിയിട്ടും ഞണ്ടും കൊഞ്ചനും പിന്നെ റോഹും അങ്ങനെ ചെറിയ മീനല്ലാണ്ട് മറ്റുള്ള മീനൊന്നും അങ്ങനെ കിട്ടില്ല. നമ്മൾ നാട്ടിലുള്ള പോലെ മത്തി, അയില, പിന്നെ മഞ്ഞക്കറ്റില്ല, നത്തൽ അങ്ങനെയുള്ളതൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ ഫ്രഷ് ടു ഹോം ഡെലിവറി അതും ഇല്ല. അപ്പോൾ മീനെല്ലാം കൂട്ടുന്ന കൂട്ടറിലിവിടെ വളരെ കുറവാണ്. പിന്നെ മീൻ മാർക്കറ്റിൽ പോയ സമയത്ത് കുറച്ച് കൊഞ്ച് വാങ്ങിയിട്ടുണ്ടും. അപ്പോൾ അത് രണ്ട് ദിവസത്തേക്കായിട്ട് നമ്മളങ്ങനെ ഒപ്പിച്ചെടുക്കല. അന്ന് മീനൊന്നും അങ്ങനെ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അരച്ച് വെക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും പിന്നെ പച്ചമുളകെല്ലാം ചീന്തി ഇട്ടിട്ട് പിന്നെ കൊഞ്ചം കറി വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം വിശ്രമം അങ്ങനെയുള്ളതെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പലപ്പോഴും അങ്ങനെ നടക്കില്ല. എന്തെങ്കിലും പണിയെല്ലായിട്ട് വീട്ടിൽ എന്തെങ്കിലും എല്ലാം ചെറിയ ജോലികൾ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അധികം റെസ്റ്റ് എടുക്കാനും ഓൾറെഡി എല്ലാ ബോഡി പെയിനെല്ലാം ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കാനൊന്നും കഴിയൂല. ഇവിടെ നിൽക്കുമ്പോഴേക്കും നാട്ടിൽ പോയാൽ മതി, നാട്ടിൽ നിൽക്കുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന്. നമ്മളെ നാടൊരു നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുക പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും. ഞാനിപ്പോൾ പിന്നെ കുറേ നാളായിട്ട് ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും എന്നെ വറുത്ത് വെക്കുക. അപ്പം ഏട്ടനും മടുപ്പ് വന്ന് ചെക്കനും മടുപ്പ് വന്ന്. പക്ഷേ എനക്കെന്തിനും മടുപ്പ് വരുന്നില്ല ക്യാരറ്റും ബീട്രൂട്ടും കൂട്ടിയിട്ട്. ഒന്നാമത് എനിക്ക് വിറ്റാമിൻ്റെ എല്ലാം വിറ്റാമിൻ, കാൽസ്യം അത് ഇത് നല്ല പോലെ കുറേ കുറവെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് രക്തോട്ടവും പിന്നെ അത് ഇതെല്ലാം ഉണ്ടായിട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം കൂട്ടുന്നത്. നല്ലോണം പച്ചക്കറിയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോറുമായി വറവ് പോയി കൊഞ്ചും കൂടി പൊരിച്ച് വെക്കണം. പക്ഷേ എങ്കിൽ കൊഞ്ചം പൊരിക്കുന്ന സമയത്ത് നമ്മൾ മീനെല്ലാം കൂട്ടിയിട്ട് പൊരിക്കുന്ന സമയത്ത് ഇവിടെ സൈഡ് നല്ല ഇങ്ങനെ മണക്കുമ്പോൾ ചിലർക്കെല്ലാം ഇവിടെയുള്ള കൂട്ടർക്കെല്ലാം ബുദ്ധിമുട്ടാണ് മീനിൻ്റെ മണം. മറ്റുള്ള ഇറച്ചീൻ്റെ എല്ലായാലും മണമെല്ലാം അവർക്ക് ഭയങ്കര ഡിസ്റ്റർബാണ്. അപ്പോൾ മണം ഇല്ലാണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യല്. അങ്ങനെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ മുടി ഇപ്പം നല്ലോണം പിന്നെ കൊഴിയുന്നുണ്ട്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് വൈകുന്നേരം കുളിച്ചിട്ട് വിളക്കെല്ലാം വെക്കുന്നുണ്ട്. വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് അപ്പോൾ വിളക്കെല്ലാം വെച്ച് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ മന്ദിർ നല്ല പിന്നെ മറ്റേ എന്താ പറയണ്ടേ ശംഖിൻ്റെ ഇതും മണീൻ്റെതും പിന്നെ കുറേ ഭജന അങ്ങനെ എല്ലാം കേൾക്കാം. ഒരു 15 മിനിറ്റോളം രാവിലെയും പിന്നെ സന്ധ്യക്കും ഭജന ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ വീട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ മണിമുട്ടുന്നെല്ലാം ഉണ്ടാവും. അപ്പോൾ വിളക്കെല്ലാം വെച്ചതിൻ്റെ പിന്നെ നമ്മൾ കുറച്ച് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടുണ്ടെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെച്ചാൽ കുറേ പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ടൊന്നും മുളച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇതാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.